തൃശൂരിൽ തർക്കങ്ങൾക്കൊടുവിൽ മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസിനെ തഴഞ്ഞ് പുതുമുഖമായ ജിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചു. കെ.സി. വേണുഗോപാലിന്റെ നോമിനിയായ നിജി ജസ്റ്റിനായി എ.ഐ.സി.സി ഇടപെടൽ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ലാലി ജെയിംസിനെ മേയറാക്കണമെന്ന് കോൺഗ്രസ് കൗൺസിലർമാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ തള്ളിയാണ് നിലവിലെ പ്രഖ്യാപനം. തൃശൂരിൽ മേയർ ആരാകുമെന്ന കാര്യത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായത്തെ തള്ളിയാണ് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചത്. പല നേതാക്കളുടെയും ചരടുവലികൾക്കൊടുവിൽ എ.ഐ.സി.സിയുടെയും കെ.സി. വേണുഗോപാലിന്റെയും ശക്തമായ പ്രേരണ മൂലമാണ് ഡി.സി.സിക്ക് മേയറായി നിജി ജസ്റ്റിനെ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഒരു വിഭാഗം നേതാക്കൾക്കും കോൺഗ്രസ് കൗൺസിലർമാർക്കും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഐ ഗ്രൂപ്പുകാരിയും 4 ടൈമിൽ കൗൺസിലറായി പ്രവർത്തിച്ച് പരിചയസമ്പന്നയുമായ നേതാവാണ് ലാലി ജെയിംസ്. ലാലൂർ ഡിവിഷനിൽ വലിയ ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണ ലാലി കോർപ്പറേഷനിൽ എത്തിയത്. തുടക്കം മുതൽ തന്നെ ലാലി ജെയിംസ് മേയറാകുമെന്ന് സംസാരം നിലനിന്നിരുന്നു. മേയർ സ്ഥാനം പങ്കിടലുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഡി.സി.സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് മറുപടി ഉണ്ടായില്ല. അത് ഞാൻ പറഞ്ഞില്ല. ഉചിതമായ തീരുമാനം അതാത് സമയങ്ങളിൽ എടുക്കും, നിങ്ങൾ അറിയിക്കും. മേയർ സ്ഥാനം പങ്കിടലുണ്ടായില്ലെങ്കിൽ അത് വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. അതേസമയം മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ലാലി ജെയിംസ് ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. തനിക്ക് പറയാനുള്ളത് ആലോചിച്ച ശേഷം പറയാമെന്നാണ് ലാലി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കൈരളി ന്യൂസ്, തൃശൂർ.